Good afternoon, children. Continue ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് എടുത്തോ. ഒന്ന് രാവിലെ പഠിച്ചൊന്ന് വായിച്ചു തരാം. നമുക്ക് അത് കഴിഞ്ഞ് ചിഹ്നങ്ങൾ എടുക്കണം. എന്നിട്ട് വായിച്ചു തരാം. പാട് തീ. आसे अनार अमरूद, आ से आम आलू, ई से इमली इलायची, ई से ईख ईश्वर, ऊ से उल्लू उड़ना, ऊ से ऊन ऊद बिलाവ്, ഋ से ഋഷി. ഇതാണ് നമ്മളിത് പഠിച്ചത്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഈ വാക്കുകള് ഊസെ ഉല്ലു ഉടന എന്നുള്ളത് ഹാഫ് പേജ് എഴുതാൻ പറഞ്ഞു നോട്ട്ബുക്കില് അല്ലെ. അതിന്റെ താഴെ ഊ ചേർത്തിട്ടുള്ള വാക്കുകള് നെക്സ്റ്റ് പേജില് ഋസെ ഋഷി ഋഷഭ് എഴുതി അല്ലെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജിൽ എന്താ എഴുതിയത്? ആ മുതല് ഋ വരെയുള്ള സ്വരാക്ഷരങ്ങൾ എഴുതി. അതിന്റെ താഴെ ഈ വാക്കുകളെല്ലാം ഓരോ പ്രാവശ്യം എഴുതി അല്ലെ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയത്. അതെ, ഇന്നത്തെ ക്ലാസ്സിൽ അത് മതി, അത്രയും മതി. ഇനിയിപ്പോ നമ്മള് കുറച്ച് ചിഹ്നങ്ങൾ പഠിക്കണ്ടേ? വേണോ? റഫ് ബുക്കോ നോട്ട് ബുക്കോ സ്ലേറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വെക്കാം. നമ്മൾ ഏത് വരെ ചിഹ്നങ്ങൾ പഠിച്ചു പറഞ്ഞ ഈ വരെയാണ് പഠിച്ചത് അല്ലേ? അതെ, ഈ വരെയുള്ള ചിഹ്നങ്ങൾ പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്ന ചിഹ്നം ഈ എന്നുള്ള ചിഹ്നമാണ്. അപ്പം ആ എന്നുള്ളതിന്റെ ചിഹ്നം എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായോ? വ്യഞ്ജനാക്ഷരങ്ങൾ ഇനിയിപ്പോ കായാണ് എഴുതുന്നതെങ്കിൽ കാന്ന് വേണമെങ്കിൽ എങ്ങനെ എഴുതും? കാ എഴുതിട്ട് ഒരു വര ഇടണം അല്ലേ? അതാണ് ആയിന്റെ ചിഹ്നം. ഹിന്ദിയിൽ മാത്ര എന്ന് പറയും. ഒരു ലെറ്റർ കാണിച്ചു തരാം ഞാൻ. ഇതെന്തായിരുന്നു പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ചാ എഴുതിയിട്ട് അതിന് ആയിന്റെ ചിഹ്നം കൊടുത്തു. എങ്ങനെയാ വായിക്കുക? ചാന്ന് അല്ലേ? അങ്ങനെ കുറെ അക്ഷരങ്ങൾ നിങ്ങൾ എഴുതി ഹോംവർക്കും ചെയ്തു അല്ലേ? ഇതാണ് ആക്കി മാത്ര. ഏതാണ്? ഇതാണ് ആയിന്റെ ചിഹ്നം. ചായക്ക് ആയിന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ ചാന്ന് വരും അല്ലേ? അതുപോലെ കായാണെങ്കിൽ കാ എഴുതി ആയിന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ കാ. അങ്ങനെ നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾക്കെല്ലാം ചിഹ്നങ്ങൾ കൊടുക്കുമ്പോൾ ആയിന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ നമ്മളത് ആ എന്നുള്ള ഉച്ചാരണമാണ് വരുന്നത്. നമ്മൾ ഈ പഠിച്ചു അല്ലെ? ഈ എവിടെയാണ്? അക്ഷരങ്ങളുടെ ലെഫ്റ്റ് സൈഡിലാണ് ഈക്ക് മാത്ര കൊടുക്കുന്നത് അല്ലേ? എങ്ങനെയാണ് പഠിച്ചത് നമ്മള്? ഈ എഴുതി ഈന്റെ ചിഹ്നം. നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ എഴുതിയത്? ഈ എഴുതി ഈന്റെ ചിഹ്നം അല്ലേ? കാ എഴുതി കീ. മലയാളത്തിൽ ഞാൻ എഴുതുന്നത് എന്തിനറിയോ? ഇത് ഇങ്ങനെയാണ് വായിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാ. ഇത് നിങ്ങൾ ഇപ്പൊ എഴുതാനല്ല, ഇപ്പൊ എഴുതരുത്. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണിത്. അതുപോലെ ചാ, ചായ്ക്ക് ഈന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ ചീന്ന് വായിക്കുന്നു. ടായ്ക്ക് ഈന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ ടി. അങ്ങനെയാണല്ലേ? കുറെ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു എഴുതാൻ. എഴുതി? എല്ലാരും എഴുതിയില്ലേ? കുറച്ചു പേരെ എഴുതാത്തുള്ളൂ. ഇന്ന് പഠിക്കാൻ പോകുന്ന ചിഹ്നമാണ് ഈ. ഇത് കണ്ടോ? നിങ്ങൾക്ക് റഫ് ബുക്ക് ഉണ്ടെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ നോട്ട് ബുക്കിലായാലും എഴുതുക. നെക്സ്റ്റ് പേജില് നോട്ട് ബുക്കിൽ തന്നെ എഴുതിക്കോ. സെക്കൻഡ് പീരീഡിൽ നമ്മൾ എടുക്കുന്നത് ഇപ്പൊ ചിഹ്നങ്ങളാണ്. ഈന്ന് എഴുതുക, ഹൈഫൺ എഴുതുക. ഈന്റെ ചിഹ്നം എവിടെയാണ്? റൈറ്റ് സൈഡിലാണ് വരിക, അക്ഷരങ്ങളുടെ വലതുവശത്ത്. ഇങ്ങനെ എഴുതിക്കോ. ഈ എഴുതുക, ഹൈഫൺ ഇടുക, എന്നിട്ട് ഈന്റെ ചിഹ്നം ഇങ്ങനെ എഴുതിയാൽ മതി. എന്നിട്ട് ഇതെന്തിനാ ഈ വരയ്ക്കുന്ന അറിയാം? നമ്മുടെ ഹിന്ദി അക്ഷരങ്ങൾക്കെല്ലാം മുകളിൽ ഒരു വരയുണ്ട് അല്ലേ? തൂങ്ങിക്കിടക്കുന്ന അക്ഷരം പോലെയല്ലേ ഇത് ഹിന്ദി അക്ഷരങ്ങള്? ഇവിടെ ഒരു
വരയിടും. എല്ലാ അക്ഷരത്തിനും ഒരു വരയിടും. ഇതാണ് ചിഹ്നം. അപ്പൊ അടുത്ത അക്ഷരം കണ്ടോ നിങ്ങള്? കാ എഴുതി അല്ലേ? നമ്മൾ കീന്ന് എങ്ങനെ എഴുതും? കാ എഴുതിയിട്ട് റൈറ്റ് സൈഡില് ഈന്റെ ചിഹ്നം കൊടുക്കണം. എഴുതിക്കോ. അതിന്റെ താഴെ താഴെ എഴുതിക്കോ. മലയാളത്തിൽ എഴുതി വെക്കുക. കാ എഴുതി റൈറ്റ് സൈഡിൽ ഈക്ക് മാത്രം കൊടുത്തു. അപ്പൊ എന്താ വായിക്കുക? കീ. അൻവിത എഴുതിയോ? അമ്മയാണോ എഴുതുന്നേ? ഞാൻ കണ്ടുപിടിച്ചല്ലോ. ആ എഴുതിക്കോ. ചുമ്മാ പറഞ്ഞ കേട്ടോ. എഴുതിക്കോ, കുഴപ്പമില്ല. നെക്സ്റ്റ് നോക്കിക്കോ. ച എന്ന അക്ഷരം എടുത്തു അല്ലെ? ച എഴുതി ഈക്ക് മാത്രം കൊടുത്തു. അപ്പൊ എന്താ വായിക്കുന്നേ? ചീ. ഞാൻ ഈ പ്ലസ് ഒന്നും ഇട്ട് തരാത്ത എന്തുകൊണ്ടറിയോ? പ്ലസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. എന്നിട്ട് നമുക്ക് നേരെ അങ്ങ് പഠിക്കാം. ച പ്ലസ് ഈക്ക് മാത്ര ഈക്വൽ ടു ചീ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മള് ആകെ പേടിയാവും. അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് ചിഹ്നങ്ങൾ കണ്ട് പഠിക്കാൻ മതി. ഇങ്ങനെ എഴുതിയാൽ മതി. പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പ്ലസും മൈനസ് ഒക്കെ ഇടാം കേട്ടോ. ച എഴുതി ചായക്ക് ഈന്റെ ചിഹ്നം കൊടുക്കുമ്പോ ചീന്ന് വായിക്കണം. നീട്ടി വായിക്കണം. അടുത്ത അക്ഷരം ട. ട എഴുതി ടായ്ക്ക് ഈന്റെ ചിഹ്നം വലതുവശത്ത് അല്ലെ? റൈറ്റ് സൈഡിലാണ് ഈക്ക് മാത്രം കൊടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെഫ്റ്റ് സൈഡിലായിട്ടത് അത് ഇ. ഇത് ഈ. റൈറ്റ് സൈഡിൽ അക്ഷരങ്ങളുടെ റൈറ്റ് സൈഡില് ഈന്റെ മാത്രം കൊടുക്കുമ്പോ അത് നീട്ടി വായിക്കണം. ടീ അല്ലേ? ഇനിയുണ്ട് അക്ഷരങ്ങള് അല്ലെ? അത് ഒരു എക്സാമ്പിൾ തന്ന മിസ്. അപ്പം മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് മനസ്സിലായത്? ഇത് ഈക്ക് മാത്രയാണ് ഇന്ന് പഠിച്ചത്. എന്താണ്? ഈക്ക് മാത്ര. ലിസൺ ഹിയർ. ഇവിടെ ശ്രദ്ധിച്ചേ. കായ് എഴുതി കായ്ക്ക് ഈന്റെ ചിഹ്നം എവിടെയാ കൊടുത്തിരിക്കുന്നത്? റൈറ്റ് സൈഡില്. ലെഫ്റ്റ് സൈഡിലാവുമ്പോ അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ഇ ആണ്. ഇത് ഈ. നീട്ടി പറയണം. കായ് എഴുതി റൈറ്റ് സൈഡിൽ ഈക്ക് മാത്രം കൊടുക്കുമ്പോ അത് ഈന്ന് വായിക്കും. താഴെ ച ഈക്ക് മാത്ര ഇടുമ്പോ എന്താ വായിക്കുന്നത്? ചീ. ടാ എഴുതി ടായ്ക്ക് ഈന്റെ ചിഹ്നം കൊടുത്തപ്പോ ടീ. മലയാളത്തിൽ എഴുതരുന്നത് മലയാളം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ? അപ്പൊ എങ്ങനെ വായിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിൽ എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഹോംവർക്ക് തരാൻ പോവാ. ഒരു എക്സാമ്പിൾ മിസ് എഴുതിയിട്ടുണ്ട്. താ എഴുതി താക്ക് ഈക്ക് മാത്രം കൊടുത്തപ്പം തീന്ന് വായിക്കും. എഴുതിക്കോ. അതിന്റെ താഴെ തന്നെ എഴുതിക്കോ. ഹോംവർക്ക് എന്ന് എഴുതണം. ഈ അക്ഷരങ്ങൾ താഴെ താഴെ എഴുതുക. രണ്ടാമത്തെ അക്ഷരം മാ, പ, ച, ഠ, ബ. എഴുതിക്കോ. റൈറ്റ് ഫാസ്റ്റ്.
എന്താ ചെയ്യേണ്ടത്? ഈ അക്ഷരങ്ങള് തന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ കീ മാത്രം ചേർത്തിട്ട് എഴുതണം. ഈന്റെ ചിഹ്നം ചേർത്തിട്ട് എഴുതണം. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ മലയാളത്തിൽ എഴുതി വെക്കാം കേട്ടോ. പിന്നീട് അതിൽ എടുത്തു നോക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് വായിക്കുന്നതെന്ന്. അല്ലാണ്ട് ഇപ്പൊ മലയാളത്തിൽ എഴുതുമ്പോൾ ചിഹ്നം തെറ്റാൻ പാടില്ല. എന്താണിത്? ഈ എന്നുള്ള ചിഹ്നമാണ്. അപ്പൊ അതിന്റെ അകത്തൂടെ കൂട്ടി എഴുതണം. എഴുതിയില്ലേ? അപ്പൊ അത് ഹോംവർക്ക് ചെയ്യാം. കൈ മടുത്തോ ഇപ്പുന? ഫാത്തിമ കേമിന്റെ അമ്മയുണ്ടല്ലോ അടുത്ത്, ഒന്ന് സംസാരിക്കണല്ലോ. പ്ലീസ് അൺമ്യൂട്ട്. എവിടെ ഫാത്തിമ? ഫാത്തിമ പ്ലീസ് അൺമ്യൂട്ട്. ഫാത്തിമയ്ക്ക് നല്ല മടിയാണോ എഴുതാൻ? പറഞ്ഞാ മതിയാ, മടിയേ ഇല്ലോ. അതാണ് അവള് സത്യം പറഞ്ഞു. അല്ല, ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും അവൾക്കൊരു ഒരു ഇഷ്ടമില്ലാത്ത പോലെ ഇരിക്കുന്നത്. എന്ത് പറ്റി? അടുപ്പ് പോലെയാന്നുണ്ടായാലും ഞാൻ പിടിച്ചിരുത്തുന്നയാന്ന്. അതെ അതെ, നിർബന്ധിച്ചിരുത്തുന്ന പോലെ ഉണ്ട്. എന്ത് പറ്റി ഫാത്തിമ? ചില സമയത്ത് നല്ലായിരിക്കും, ചില ഒരു ടൈം ആയിരിക്കും എന്തോ കണക്കാ. എനക്ക് ബേബി ഉണ്ട്. ബേബി ഉണ്ട്. ബേബി കളിയോടാ കൂടുതൽ താല്പര്യം. കളിക്കണം, നമ്മൾ കുഞ്ഞു കുട്ടികളല്ലേ, കളിക്കുമെല്ലാം വേണം, പക്ഷേ പഠിക്കും കൂടെ വേണ്ടേ. ഇനിയിപ്പോ സെക്കൻഡ് ക്ലാസ്സിലോട്ട് പോകുമ്പോ ഇതൊന്നും അല്ല. 1ാം ക്ലാസ് നന്നായിട്ട് പഠിച്ചാലേ നമുക്ക് സെക്കൻഡില് ഇരിക്കാൻ പറ്റുള്ളൂ. ഫാത്തിമ ഹോംവർക്ക് ചെയ്തിടാറുണ്ടോ ഗ്രൂപ്പില്? കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്നു. ചെയ്യലെന്നെ കുറവാണ്, ഞാൻ നിർബന്ധിച്ച് ചെയ്യിക്കണം. അതെ അല്ലെ. ഇന്നത്തെ ഹോംവർക്ക് ചെയ്തോ? രാവിലെ ഞാൻ എന്ത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തോ ഫാത്തിമ? പകുതി ചെയ്തല്ലേ? ചെയ്തോ? ഫാത്തിമയോടെ ചോദിക്കുന്നത്, അമ്മയോടല്ല, ഫാത്തിമയോടെ ചോദിക്കുന്നത്. രാവിലെ പറഞ്ഞ കാര്യം ചെയ്തോ? ചെയ്തു. പോസ്റ്റ് ഗ്രൂപ്പിലിട്ടോ? അതെന്താ? ഇനി പോസ്റ്റ് ഓഫീസിൽ പോണോ നമുക്ക്? വീട്ടിൽ നിന്ന് ചെയ്താ പോരെ? ഫോണിൽ തന്നെ സെൻഡ് ചെയ്താ പോരെ? വേഗം ചെയ്യണം. ഇപ്പൊ തന്നെ ഞാൻ വിളിക്കും. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഫാത്തിമയുടെ ഹോംവർക്ക് കണ്ടില്ലെങ്കിൽ ഞാൻ വിളിക്കും. ഫാത്തിമയുടെ വീട് എവിടെയാ? എവിടെയാണ്? ഞാൻ വരുന്നുണ്ട്. ആ വഴിയാണ് ഇന്ന് എനിക്ക് പോകേണ്ടത്. ഞാൻ വരും വീട്ടില്. അപ്പം 5 മണി സമയം. 5 മണി എന്ന് പറയുമ്പോ ഞാൻ അവിടെ എത്തും. അപ്പം ബുക്കൊക്കെ ഹോംവർക്ക് ചെയ്ത് അവിടെ സെൻഡ് ചെയ്യണം. സെൻഡ് ചെയ്താൽ ഞാൻ വരില്ല. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ എഴുതിയത് മതി. ഒത്തിരി എഴുതിയല്ലേ ഇന്ന്? മതി. ബാക്കി ഹോംവർക്ക് ഒക്കെ ചെയ്തിടുക. ഇപ്പൊ എഴുതാനല്ല, ഇത് ഹോംവർക്ക് ചെയ്താൽ മതി. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് പറഞ്ഞു കേൾപ്പിക്കണം. ബിയോണ അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഇപ്പൊ മിസ് എടുത്തില്ലേ? അതൊന്ന് വായിച്ചു കേൾപ്പിച്ചേ. നിങ്ങളെ നോട്ട് ബുക്കിൽ ഇപ്പൊ എഴുതിയ കാര്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. എല്ലാരും ശ്രദ്ധിച്ചിരുന്നോ? ഇപ്പൊ നോട്ട് ബുക്കിൽ എഴുതിയ കാര്യം. ബിയോണ, വെർ ഈസ് ബിയോണ? ചിഹ്നങ്ങൾ ചേർത്തിട്ടുണ്ട്. ബിയോണ വായിക്കുന്നുണ്ടോ?
ബിയോടെ വീഡിയോ ഓൺ ചെയ്യാം. ഓക്കെ. ഇന്നിപ്പൊ പഠിച്ച കാര്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിച്ച മിസ്സിനെ. ഈ കീ മാത്ര അല്ലെ? ഫസ്റ്റ് ലെറ്റർ ക. കായ്ക്ക് ഈന്റെ ചിഹ്നം കൊടുക്കുമ്പോ എങ്ങനെയാ വായിച്ചത്? പ്രശ്നമുണ്ടല്ലേ? ബിയോടെ വായിക്കുന്നുണ്ടോ മോളെ? നെറ്റിന്റെ പ്രശ്നമുണ്ട്. ഉണ്ട് അല്ലേ? ഓക്കെ. റിച്ചാർഡ് വായിക്കുന്ന കേട്ടോ. വായിക്ക റിച്ചാർഡ്. ക കീ അങ്ങനെ വായിച്ചാ മതി. ച ചീ ച ചീ ത ടി ത തി. ബാക്കി നമ്മള് ഹോംവർക്ക് അല്ലേ? ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? എങ്ങനെയാണ് വരിക? വായിച്ചോ. ത തി മ ത മീ. നീട്ടി പറയണം. മീ പാപ്പി നീ. ഭ പി ബ ബി. അങ്ങനെയാണ് വരുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ആദ്യം വായിച്ചോളൂ. കാക്കി ചാത്തി ടാട്ടി താത്തി മാ മീ പ പി ശ ശി പ പി ബ ബി. സൗണ്ട് കേൾക്കുന്നതിന് കുറവാണ് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ആദിത്. ദേവർഷയുടെ പോയി. അമൃത കാക്കി ചാച്ചി ടാട്ടി താത്തി മമ്മി പാപ്പി ബാബി ശാശി ബാബി ബാബി. നിങ്ങളിപ്പൊ ഇങ്ങനെ വായിക്കുമ്പോ ഉണ്ടല്ലോ അവിടെ എന്തോ ഒരു കുറവ് പോലെ. ഇന്നിപ്പോ എന്താ ചെയ്യണ്ടേ? ഇവിടെ ശ്രദ്ധിച്ചേ. നമ്മളിപ്പോ ഇത്രയും ദിവസം പഠിച്ച അക്ഷരങ്ങള് ഇപ്പൊ ക കീ എന്ന് പറയുമ്പോ അതിന്റെ ഇടയിൽ 2 അക്ഷരങ്ങളുണ്ടല്ലേ? നമ്മള് ആ ഈ എന്നല്ലല്ലോ പറയുന്നേ. ആ ഈ എന്നാ പറയുന്നത് അല്ലേ? അപ്പം ഇതും കൂടെ എഴുതിയാലേ അത് പൂർത്തിയാവുള്ളൂ. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇതുകൂടെ നിങ്ങൾ എഴുതണം. എങ്ങനെ എഴുതുക ഇത്? നെക്സ്റ്റ് പേജില്, നോട്ട് ബുക്കിന്റെ നെക്സ്റ്റ് പേജിൽ ഇത് കൂടി എഴുതിയാലേ നമുക്കത് പൂർത്തിയാവുള്ളൂ. ആ ഈ എന്ന് എഴുതണം ഫസ്റ്റ് ലൈനില്. കൈരമടുപ്പ് പോയില്ലേ? കുറച്ചു നേരം ഫ്രീ ആയില്ലേ? എഴുതിക്കോ. മിസ്സിനെ കൊണ്ട് തോറ്റു അല്ലേ? ഇത്രയാ എഴുതിക്കുന്നേന്ന്. ഇതൊന്നുമില്ല മക്കളെ, കുറച്ചേ ഉള്ളൂ. ആ ഈ മാത്രം എഴുതിയേ. ആ ഈ. എന്നിട്ട് നിങ്ങൾ ലൈൻ വരയ്ക്കണം കേട്ടോ. കുറച്ച് വിട്ട് ആ പേജ് ഫുള്ളായിട്ട് എടുത്തോ. നല്ല സ്ഥലം സ്പേസ് വിട്ടിട്ട് എഴുതിക്കോ. നല്ല സ്പേസ് എടുത്തിട്ട് എഴുതുക. എന്നിട്ട് ലൈൻ വരച്ചാൽ മതി. എന്നിട്ട് ഈ ആന്ന് എഴുതിയതിന്റെ താഴെ ഈ അക്ഷരങ്ങൾ എഴുതുക. ക ച ട ത പ ഇങ്ങനെ എഴുതുക. ആന്ന് എഴുതിയതിന്റെ താഴെയായിട്ട് ക എഴുതുക, ച എഴുതുക, ത എഴുതുക, ത പ. ഇത്രയും അക്ഷരങ്ങൾ ആ ആയുടെ നേരെ താഴെ എഴുതിയേ. ഇപ്പൊ ലൈൻ വരച്ചിട്ടില്ലെങ്കിൽ ഞാൻ താഴെ എഴുതാൻ പറഞ്ഞത്. ഈ അക്ഷരങ്ങള് താഴെ എഴുതുക. ഇത് മാത്രം, ഈ ഫസ്റ്റ് പറഞ്ഞ അക്ഷരങ്ങൾ മാത്രം എഴുതുക. ഇപ്പൊ
ആയുടെ നേരെ താഴെ സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് എന്നിട്ട് വരയ്ക്കുക. എഴുതിയോ റിച്ചാർഡ്? നിയാദാസ് എഴുതിയോ? ജിയ, ഐഫൂന എഴുതി. ഓക്കെ, നെക്സ്റ്റ് ക എഴുതിയിട്ട് നമുക്ക് ആയിന്റെ ചിഹ്നമാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മൾ പഠിച്ചു അല്ലെ, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ക എഴുതിയിട്ട് ആയിന്റെ ചിഹ്നം കൊടുത്തേ. കാ, കി, കീ, ഇതെല്ലാം ഈ മുകളിൽ എഴുതി ഈ അക്ഷരത്തിന്റെ താഴെ തന്നെ ആകണം. അതുകൊണ്ടാണ് ലൈൻ വരയ്ക്കാൻ പറയുന്നത്. ഇപ്പൊ എന്താ വായിക്കുന്നേ? ആ ഈ എന്ന് വായിച്ചു. എന്നിപ്പോ ഇവിടെ കാ കാ കി കീ. കണ്ടോ? കാ കാ കി കീ. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെ കൊണ്ട് ഞാൻ ഇത് പറയിപ്പിക്കുന്നത്. അപ്പം ശ്രദ്ധിക്കുക എങ്ങനെയാ വായിക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം ച. ച എഴുതി ആന്ന് എഴുതിയതിന്റെ താഴെ ചാ, ചി, ചീ. Nivedya, don't bite your pencil. Write fast. ഇത് നിങ്ങൾ എഴുതുമ്പോൾ പറഞ്ഞുകൊണ്ട് എഴുതണം. അടുത്ത അക്ഷരം നിങ്ങൾ ഹോംവർക്കാ. എങ്ങനെ എഴുതും? ട, ടാ, ടി, ടീ. ഇത് താ തന്നിട്ടുണ്ട് അല്ലേ? താ, ടി, ടീ. പ, പാ, പി, പീ. ഇത് നന്നായിട്ട് പറഞ്ഞുകൊണ്ട് എഴുതുക. ഹോംവർക്ക് ചെയ്യണം. ഇപ്പൊ തന്നെ പലരും എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ഈസി അല്ലേ എഴുതാൻ? ഇപ്പൊ എവിടെ ശ്രദ്ധിക്കേണ്ടത്? ഈന്റെ ചിഹ്നം വരുമ്പോ അക്ഷരത്തിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈക്ക് മാത്ര. ഈന്റെ ചിഹ്നം വരുമ്പോ അക്ഷരത്തിന്റെ റൈറ്റ് സൈഡിലാണ് ഈക്ക് മാത്ര കൊടുക്കേണ്ടത്. ഓക്കെ, എല്ലാരും എഴുതിയില്ലേ? ഓക്കെ, ഇനിയാണ് ഓറല്. ഐഫൂന എഴുതി കഴിഞ്ഞോ? ഓക്കെ, അൺമ്യൂട്ട് ചെയ്തേ. ഇത് എങ്ങനെ നമ്മൾ ഇപ്പൊ ചെയ്ത വർക്ക് എങ്ങനെ വായിക്കാന്ന് ഐഫൂന പറഞ്ഞു തരും. വായിച്ചോ ഇപ്പൊ എഴുതിയ വർക്ക്. സ്വരാക്ഷരങ്ങൾ വായിക്കണം ആദ്യം. ആ ഈ എന്ന് വായിക്കണം. അത് വായിക്കാദ്യം. ആ ഈ എന്ന് വായിക്കേ. മതി. ഇല്ല, ഐഫൂന ഈന്ന് വരെ എഴുതിയിട്ടുള്ളൂ ആ പേജില്. ഇപ്പൊ മോളെ ബുക്കിൽ എഴുതി അതാണ് വായിക്കേണ്ടത്. ഐഫൂന ഈ വരെ എഴുതിയിട്ടുള്ളൂ. ഈ വരെ എഴുതിയിട്ടുള്ളൂ. അതിന്റെ താഴോട്ട് എഴുതിയത് വായിക്കുക. കേൾക്കട്ടെ.
നോ ഐഫൂന നോ. എങ്ങനെ വായിക്കേണ്ടത്? ആ ഈന്ന് വായിച്ചില്ലേ? അതേപോലെ ക കാ കി കീ. അടിയിലത്തെ അക്ഷരം വായിക്കേ. ച. ഓക്കെ, നെക്സ്റ്റ് എന്ത് എഴുതും? ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്. വെരി ഗുഡ്. എല്ലാരും കേട്ടോ ഇത് എങ്ങനെ വായിക്കാന്ന്? കേട്ടു. അപ്പം എല്ലാരും ഇത് വായിച്ചു പഠിക്കണം. നന്നായിട്ട് വായിച്ചു പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നമ്മുടെ സമയം കാണിച്ചു ഇവിടെ തീരാൻ പോവാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് ഇത് എഴുതി പഠിക്കുക. നിങ്ങൾക്ക് ഇനി ഇഷ്ടം പോലെ അക്ഷരങ്ങളുണ്ടല്ലേ? വ്യഞ്ജനാക്ഷരങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട്. അപ്പൊ ആ അക്ഷരങ്ങളൊക്കെ നിങ്ങൾ റഫ് നോട്ടിൽ എഴുതി നോക്കുക. ഇനിയും കുറെ അക്ഷരങ്ങളുണ്ടല്ലോ ഇല്ലേ? വ്യഞ്ജനാക്ഷരങ്ങൾ കുറേ ഉണ്ട്. മാ എഴുതാം. മാ മീ മീ. നോട്ട് ബുക്കിൽ എഴുതണ്ട. നോട്ട് ബുക്കിൽ മിസ് പറയുന്നത് എഴുതിയാൽ മതി. അപ്പൊ റഫ് ബുക്കിൽ നിങ്ങൾക്ക് ഈ അക്ഷരങ്ങളെല്ലാം ഈ ചിഹ്നങ്ങൾ ചേർത്തിട്ട് എഴുതി പഠിക്കാം. അങ്ങനെ ചിഹ്നങ്ങളൊക്കെ എഴുതി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എഴുതാൻ പറ്റും. ഹിന്ദിയിൽ എഴുതി പഠിക്കണ്ടേ? നമുക്ക് ഇംഗ്ലീഷിൽ മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. എന്താ സാവിയോ? എന്തിനാ മോൻ കൈ ഉയർത്തിയേ? എന്താ മോനെ? ക്ലിയർ ആവുന്നില്ലല്ലോ. സാവി എന്നോട് പറയോ? ചുമ്മാതെ വായിച്ചോട്ടെ. വായിച്ചോ. വെരി ഗുഡ്. ഐഫൂനക്ക് എന്താണ്? ഐഫൂന എല്ലാരും മിസ് കാണുന്നുണ്ട്. നമ്മുടെ സമയം തീർന്നു. 7 മിനിറ്റ് ഉണ്ട് ഇനി. ഐഫൂൻ എന്താണ് പറയുന്നത്? അയ്യോ, അത് മറന്നുപോയല്ലോ. എന്ത് ചെയ്യ ഇപ്പം? നമുക്ക് അടുത്ത ആഴ്ച ഇടാം കേട്ടോ. നിങ്ങൾ ഡിറ്റേഷൻ ഇട്ടിന് വിഷമിപ്പിക്കുന്നില്ല, സങ്കടാവൂലേ? നമുക്ക് അടുത്ത ആഴ്ച ഇട്ടാ പോരെ? പോരെ അനുഗ്രഹ? ഏബലി പറഞ്ഞു അത് മതിന്ന്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാ വായിക്കണ്ടെന്ന് കേട്ടില്ലേ? അതുപോലെ വായിക്കുക, പഠിക്കുക. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ഇപ്പം കുറെ പേരില്ല ഈ ക്ലാസ്സില്. ഇവിടെ പോയി റേഞ്ചിന്റെ പ്രശ്നമാണോ? ഇപ്പം ക്ലാസ് കിട്ടാത്തവർ യൂട്യൂബ് നോക്കി പഠിക്കണം കേട്ടോ. ലിങ്ക് അയച്ചു തരാം, നോക്കിയിരുന്ന് പഠിക്കാം. പിന്നെന്താണ്? വേറെന്തേലും പറയാനുണ്ടോ? ഇപ്പൊ അക്ഷരദീപത്തിൽ എഴുതണം കേട്ടോ. അത് എഴുതണം, ഇത് പഠിക്കാം. അടുത്ത ആഴ്ച വരുമ്പോ നമുക്ക് ഡിക്റ്റേഷൻ ഇടണം, ചിഹ്നങ്ങള് അടുത്തത് പഠിക്കണം. ഇനി നമുക്ക് 2 ചിഹ്നങ്ങൾ വെച്ച് പഠിക്കാം അല്ലെ? എന്നാലേ അത് തീരുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്നുള്ളൂ അല്ലേ? ഏബലൊന്നും മിണ്ടിട്ടില്ല. ഏബല്, ഇഷിക ഇവരൊന്നും സംസാരിക്കുന്ന കേട്ടിട്ടില്ല. ഏബൽ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖായിട്ടുണ്ട് അല്ലേ? ഒന്ന് വായിച്ചു കേൾപ്പിക്കുവോ എഴുതിയത്? മോനെ ലാസ്റ്റത്തെ ഈന്നുള്ളത് നീട്ടി പറയണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോ ഈന്റെ ചിഹ്നം തന്നെ ഇട്ട് വെക്കും. അപ്പൊ നിങ്ങൾക്ക് ഈന്റെ ചിഹ്നം ഇടുന്നതും ഈന്റെ ചിഹ്നം ഇടുന്ന എവിടെയാന്ന് മനസ്സിലായോ? ഏബില് പറഞ്ഞേ, ഈ കീ മാത്ര അക്ഷരത്തിന്റെ ഏത് സൈഡിലിടും? ഈ കീ മാത്ര നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങള് ഇപ്പൊ കായാണെങ്കിൽ അത് വ്യഞ്ജനാക്ഷരമല്ലേ? അതെ, കായുടെ ഏത് സൈഡിൽ ഇടുമ്പോഴാണ് കീന്ന് വായിക്കുക?
റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ്? ഏത് സൈഡിലായിരിക്കും? ആർക്ക് പറയാം? ആ റൈറ്റ് സൈഡിലാണ് അല്ലേ? അപ്പം നീട്ടി പറയുമ്പോൾ നമ്മളത് റൈറ്റ് സൈഡിൽ വേണം ആ ചിഹ്നം ഇടാൻ. മനസ്സിലായില്ല മോളെ? മലയാള അക്ഷരം എന്നാണോ പറഞ്ഞത്? ഹിന്ദി അറിയില്ല? ഹിന്ദിയിൽ പഠിക്കുന്നേ? ഓഹോ, നിങ്ങൾ എല്ലാരും നോക്കിയേ, ഐഫുനയുടെ മാല രസമുണ്ടോ നോക്കിയേ. സൂപ്പർ ആട്ടോ. ഇത് എവിടുന്ന് മേടിച്ചു? പാച്ചാളിന്ന്. പാച്ചാളിന്നാണോ പറഞ്ഞത്? പാടിച്ചാലിന് വാങ്ങിയത്? പയ്യന്നൂരിന്ന് വാങ്ങിയതാണോ? ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇന്ന് സുന്ദരിയായിട്ടുണ്ട്. ആ മാല ഇട്ടത് കൊണ്ടാന്ന് തോന്നുന്നു ഐഫുനെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. ജിയ, ജിയ ഓക്കെ. നമുക്ക് എന്നാ അടുത്ത ക്ലാസ് അടുത്ത ദിവസം കാണാം അല്ലേ? ബൈ പറയട്ടെ. അപ്പൊ ഹോംവർക്ക് ചെയ്തിടണം എല്ലാവരും. അങ്ങനെയാണല്ലേ? മോളെ ബൈ, see you. See you. Bye. ഇതിന്റെ മേലെ ചിഹ്നം വേണം. ഇത്